നമസ്കാരം. നെതന്യാഹുവിന് ദിവസവും അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്ന് വെട്ടുവാൻ പേരുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായി ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്ത. IRGCയുടെ സ്പോക്സ് പേഴ്സൺ ജനറൽ അലി മുഹമ്മദ് നൈനി വധിക്കപ്പെട്ട കാര്യം പത്രങ്ങളിലൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇറാന്റെ ബസീജ് ഇന്റലിജൻസ് ചീഫ് ഇസ്മായിൽ അഹമ്മദിയും കൂടാതെ ഇറാനിയൻ ഇന്റലിജൻസ് കമാൻഡർ മെഹദി റസ്താമി ഷമാസ്താനും ഇന്നലെ കൊല്ലപ്പെട്ടു. അപ്പം നെതന്യാഹു ഡയറിയിൽ എഴുതി വെച്ച ഓരോരുത്തരുടെ പേരുകളായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വെട്ടി കളയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകണം. ഈ IRGC സ്പോക്സ് പേഴ്സൺ ജനറൽ അലി മുഹമ്മദ് നൈനി അദ്ദേഹം ഈ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയ കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ മിസൈൽ മേക്കിംഗ് കപ്പാസിറ്റി, ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള അവരുടെ ശേഷി ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവരുടെ മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട്, ബാലിസ്റ്റിക് മിസൈലിന്റെ. അതുപോലെ അവരുടെ മറ്റ് ശേഖരങ്ങളും ആയുധ ശേഖരങ്ങളും ഒക്കെയും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ടാക്കാനുള്ള യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള സർവ്വശേഷിയും തുടച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന മട്ടിൽ ഉള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പൊ ഈ സ്പോക്സ് പേഴ്സൺ ജനറൽ അലി മുഹമ്മദ് നൈനി അതിനെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇപ്പൊ വളരെ വേഗത്തിൽ തന്നെ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഒരു ഭാഗത്തും നമ്മളെ തോൽപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ശത്രുവാണ് തോറ്റത്, അവര് വെറുതെ വായ്ത്താളം മുഴക്കുകയാണ് എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന പത്രസമ്മേളനം നടത്തി. കൂടാതെ ഞങ്ങൾ ആക്രമണങ്ങൾ കടുപ്പിക്കും മുതലായ ഭീഷണികൾ മുഴക്കി. ഏതാണ്ട് ആ മുഴക്കി അദ്ദേഹം വായടച്ച് തീരുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ അവർ തീർത്തു. ഇതൊക്കെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഇറാന്റെ ബസീജ് ഇന്റലിജൻസ് ചീഫ് ഇസ്മായിൽ അഹമ്മദി എന്ന് പറയുന്ന ആൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗറാണ്. അദ്ദേഹം ഹെഡ് ഓഫ് ദി ഇന്റലിജൻസ് ഡിവിഷൻ ഓഫ് ഇറാൻസ് ബസീജ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ ബസീജ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറാന്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ഒരു സെമി മിലിറ്ററിയാണ്. IRGC എന്ന് പറയുന്നതാണ് ഇറാൻ ഭരണകൂടത്തെ സംരക്ഷിക്കുന്ന പട്ടാളം. അത് രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളമല്ല, അത് ഭരണകൂടത്തെ മാത്രം സംരക്ഷിക്കുന്ന പട്ടാളമാണ്. ഈ ബസീജ് ഫോഴ്സാണ് ശരിക്കും അതിർത്തികളിൽ യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുള്ള പട്ടാളം. IRGCയും യുദ്ധം ചെയ്യും, പക്ഷെ അവരുടെ യുദ്ധത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭരണത്തലവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതല ബസീജ് ഫോഴ്സിനാണ്. കൂടാതെ ബസീജ് ഫോഴ്സാണ് പോലീസിംഗ് ചെയ്യുന്നത്. അവരാണ് ഈ റയറ്റിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത്, ഈ ബസീജ് ഫോഴ്സാണ്. അപ്പം ഇതിനകത്ത് റയറ്റിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ, അങ്ങനെ വിപ്ലവത്തിനുള്ള സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങളുടെ ഇന്റലിജൻസ് കളക്ട് ചെയ്യുന്ന ബസീജിന്റെ ചീഫ് ഓഫീസറായിട്ടുള്ള ഇസ്മായിൽ അഹമ്മദിയാണ് ഇന്നലെ കൊല്ലപ്പെട്ട ഒരാള്. രണ്ടാമത്തെ ആള് ഇറാനിയൻ ഇന്റലിജൻസ് കമാൻഡർ മെഹദി റസ്താനി ഷമാസ്താൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഷമാസ്താൻ വാസ് എ കീ ഫിഗർ ഇൻ പ്രൊമോട്ടിംഗ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് അറ്റാക്സ് അഗൈൻസ്റ്റ് ഇസ്രായേലി ആൻഡ് ജൂയിഷ് സിവിലിയൻ അറൌണ്ട് ദ വേൾഡ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ലോകത്തിലെമ്പാടുമുള്ള ഇസ്രായേൽക്കാരെ കൊന്നൊടുക്കുക, അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള എംബസികളുടെ നേരെ, US-ന്റെയും മറ്റും എംബസികളുടെ നേരെയുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, ലോകത്തെമ്പാടും ടെററിസ്റ്റ് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു SOS മെസ്സേജ് പോലെ ലോകത്തെമ്പാടുമുള്ള ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ, ഭീകരന്മാരുടെ സ്ലീപ്പിംഗ് സെൽ ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ടാവും തീർച്ചയായിട്ടും. അത്തരം സ്ലീപ്പിംഗ് സെല്ലുകളോട് ആക്റ്റീവ് ആകുവാനും ലോകത്തെല്ലായിടത്തും ഭീകരപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള ഒരു മെസ്സേജ് അമേരിക്കയുടെ ഇന്റലിജൻസ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് പൂർണ്ണമായിട്ട് അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു എൻസ്ക്രിപ്റ്റഡ് മെസ്സേജ് ആണ്. എൻസ്ക്രിപ്റ്റഡ് മെസ്സേജ് വായിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് വായിച്ചതിൽ ഏകദേശം മനസ്സിലായ കാര്യം, ലോകത്തെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അപ്പൊ ലോകത്തെ എല്ലായിടത്തും അലർട്ടാണ്. ഇന്ത്യയിലടക്കം പോലീസ്, ഇന്ത്യയിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം 100% അലർട്ടാണ്. അങ്ങനെയാണ് നമ്മൾ അന്ന് ഒരു യൂറോപ്യൻ രാജ്യത്തെ ബസ്സിൽ വെച്ച ഒരാളെ സ്വയം തീ, സ്വിറ്റ്സർലൻഡിലാണ്, ബസ്സിനുള്ളിൽ ഒരുത്തം പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയും അങ്ങനെ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന 6 പേരെ കൊല്ലുകയും ചെയ്ത കാര്യം ഒരു വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഈ മൂന്നാമത് കൊല്ലപ്പെട്ട ആള്. അപ്പം ഈ പറയുന്ന ആളുകളുടെ ഒക്കെ കൂടെ നിരവധി കമാൻഡേഴ്സും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഓരോ മീറ്റിംഗ് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. ഇവരുടെ കൂടെ നിരവധി കമാൻഡേഴ്സ്, ഇവരെ അസിസ്റ്റ് ചെയ്യുന്ന നിരവധി കമാൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെയും അതിനിടയിലൂടെ വധിച്ചിട്ടുണ്ട്. അത് നെതന്യാഹുവിന്റെ ഡയറിയിലെ പേരുള്ളവരായിരിക്കില്ല, ഈ പേര് തലവന്മാരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ, താഴോട്ടുള്ളവരുടെ പേര് കാണുകയില്ല. അപ്പൊ പുള്ളിക്ക് പേര് വെട്ടി കൈ കഴിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വിചാരിക്കാം.
പിന്നെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് US ഗ്രൗണ്ട് ഫോഴ്സിനെ അവിടത്തേക്ക് മൂവ് ചെയ്യുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ട്രംപ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ട്രംപ് മിനിഞ്ഞാന്ന് പറഞ്ഞത് ഗ്രൗണ്ട് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ്. നെതന്യാഹു പറഞ്ഞത് ആവശ്യമെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ട്രംപ് ഈ ഭാഗത്തേക്ക് ഗ്രൗണ്ട് ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്യുന്നു എന്നുള്ളത് റോയിറ്റേഴ്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അത് വിശ്വസനീയമായ സംഗതിയാണ്. അപ്പൊ അതില് അവര് മെറൈൻസിനെ 2200 മെറൈൻസിനെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ വാർത്തകളിൽ വന്നിരുന്നതാണ്. അതുകൂടാതെ ഇപ്പൊ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് A-10 വാർത്തോഗ് ജെറ്റ്സ്, അപ്പാഷെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിന്റെ ഒക്കെ വലിയ വ്യൂഹങ്ങൾ നീങ്ങുന്നുണ്ട്. ഇപ്പൊ A-10 വാർത്തോഗ് ജെറ്റ്, അപ്പാഷെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഗ്രൗണ്ട് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കൂടെ മൂവ് ചെയ്യാനുള്ളതാണ്. നേരെ മറിച്ച് F-35 എന്നൊക്കെ പറഞ്ഞ പ്യുവർലി ഫോർ എയർഫോഴ്സ് പർപ്പസിനുള്ളതാണ്. എയർഫോഴ്സ് നിശ്ചയമായും ഗ്രൗണ്ട് ഫോഴ്സിന് മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എയർഫോഴ്സാണ്. അപ്പൊ ഇത് ഇവരുടെ ലക്ഷ്യം ഖരാഗ് ഐലൻഡ് ആണോ എന്ന് സംശയിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസവും ഖരാഗ് ഐലൻഡിൽ എന്തെങ്കിലും മിലിറ്ററി ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അമേരിക്ക ബോംബ് ചെയ്ത് തുടച്ചു നീക്കിയിരുന്നു. കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള അവരുടെ മിസൈൽ സെൻഡിംഗ് കേപ്പബിലിറ്റി ഓരോന്നോരോന്നായി അരിച്ചു പെറുക്കിയെടുത്ത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു. അപ്പൊ ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലാഷസ് ഉണ്ടാവും. അപ്പൊ മിനിമം കാഷ്വാലിറ്റിയിൽ കാര്യങ്ങൾ സാധിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഗ്രൗണ്ട് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്ക ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ട്രംപ് പറഞ്ഞത് സീസ് ഫയറിനെ സംബന്ധിച്ച ഒരു കാര്യം ഉദിക്കുന്നില്ല. കാരണം ശത്രു തീർത്തും നിലംപരിശാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സീസ് ഫയറിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. സീസ് ഫയർ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും ബലാബലം പിടിക്കാൻ ശേഷിയുള്ള ഒരു സാഹചര്യത്തിലാണ്. മറുപക്ഷത്തിന് ഒട്ടും ബലം പിടിക്കാൻ ശേഷിയില്ലാത്തൊരു സാഹചര്യത്തിൽ കീഴടങ്ങൽ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇറാൻ കീഴടങ്ങിയാൽ മതി. സീസ് ഫയർ എന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. കീഴടങ്ങുകയാണെങ്കിൽ യുദ്ധം നിർത്താം, അല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ അതിന് ഇടയിലൂടെ ഇറാന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇന്നലെയും ഗൾഫ് രാജ്യങ്ങളെ കാര്യമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ അവരയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഓൾഡ് സിറ്റി എന്ന് പറയുന്ന ജെറുസലേമിന്റെ ഈസ്റ്റേൺ പാർട്ടിൽ, ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന പാർട്ടിലാണ് അത് പോയിട്ട് പതിച്ചത്. അപ്പൊ അത് പിന്നെ അവരുടെ വെസ്റ്റേൺ വാൾ എന്ന് പറയുന്ന ജൂതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അവരുടെ വെയിലിംഗ് വാൾ എന്നൊക്കെ പറയുന്ന പഴയ ജെറുസലേം ദേവാലയത്തിന്റെ ബാക്കിയുള്ള മതിൽക്കെട്ട്, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മതിൽക്കെട്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അതിന് വെയിലിംഗ് വാൾ എന്ന് വിളിക്കും. ജെറുസലേമിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അതിന്റെ മുകളിൽ തലമുട്ടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു ജൂതന്മാരുടെ ഒരു കസ്റ്റമാണ്. അതിന് മുകളിൽ അവര് തലമുട്ടിച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ പഴയ കാലത്തേക്ക്. സോ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ് ഫോർ ദം. അപ്പം ആ വെസ്റ്റേൺ വാളിന്റെ അടുത്ത് ഇന്നലെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ അൽ അക്സ മോസ്കിന്റെ അടുത്തും വളരെ അടുത്തും ഏതാനും മീറ്ററുകൾക്കടുത്ത് മാത്രം മിസൈലുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന സാധനങ്ങളെടുത്ത് മിസൈലുകൾ എല്ലാം ഫ്രാഗ്മെന്റ്സ് ആണ്. ഇന്റർസെപ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് പതിച്ചിട്ടുള്ളത്. എന്നാലും നേരെ ഡോം ഓഫ് റോക്കിന്റെ മുകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ഫ്രാഗ്മെന്റഡ് ആയി പോകും. അതുപോലത്തെ രീതിയിലുള്ള സാധനങ്ങൾ അവിടെ പതിച്ചിട്ടുണ്ട്. അപ്പൊ അത് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ഇറാന് ഇത് ഈദ് ഉൽ ഫിത്തറിന്റെ ദിവസമാണ് ഈ കാര്യം സംഭവിച്ചിട്ടുള്ളത്. ഈദിന്റെ സമ്മാനമായിട്ട് ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ഇറാന്റെ സംഭാവനയാണ് എന്ന് നെതന്യാഹു സർക്കാസ്റ്റിക് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ ഈ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഓയിൽ ഫെസിലിറ്റീസിനെ, ഗ്യാസ് ഫെസിലിറ്റീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും ഇന്നലെ രാത്രിയും ധാരാളമായിട്ട് ഇറാൻ അയച്ചിട്ടുണ്ട്. ധാരാളം മീൻസ് 10-15 എണ്ണം. അത്ര അവരുടെ ഇപ്പോഴത്തെ കേപ്പബിലിറ്റി വെച്ചിട്ടാണ് ധാരാളം എന്ന് പറയുന്നത്. അല്ലാതെ ആദ്യം 90, 100, 200, 300 ഒക്കെ ആയിരുന്നു. അത് 10-12 റേഞ്ചിലാണുള്ളത്. എന്തായാലും ശരി, അവര് ഈ പറയുന്ന ഫ്യൂവൽ സ്റ്റേഷനുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇറാന്റെ ഭരണതലപ്പത്തുള്ളവർ അഗാർച്ചി പറഞ്ഞത് ഞങ്ങളുടെ ഫ്യൂവൽ സ്റ്റേഷനെ ഇനി ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടേതിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യില്ല. ഉപയോഗിച്ച ഭാഷ അതല്ല. ഞങ്ങളുടേതിനെ ടാർഗറ്റ് ചെയ്യുന്നതുവരെ ഞങ്ങൾ നിങ്ങളുടേതിനെ ടാർഗറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഉപയോഗിച്ച ഭാഷ. പക്ഷെ അഗാർച്ചി പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ ഇറാന്റെ ഭരണവും ഈ മിലിറ്ററിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. IRGCയുടെ ഓരോരോ യൂണിറ്റുകൾ അവർക്ക് തോന്നിയതുപോലെ ആക്ട് ചെയ്യാണ്.
അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഗൾഫ് റീജിയൻ എന്ന് പറയുന്നത് അവരുടെ വലിയ അസൂയയാണ്. ഇറാൻ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പം ഇവരെ ബാക്കി ഇപ്പുറത്തെ തൊട്ടിപ്പുറത്ത് 250 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഷെയ്ഖുമാര് രാജകീയമായി ജീവിക്കുന്നത് കണ്ടിട്ടുള്ള കണ്ണിക്കടി സഹിക്കാൻ വയ്യാതെയാണ് പല IRGC പട്ടാളക്കാരും ഇവരുടെ നേരെ മിസൈലുകൾ അയക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ പഴയ ഷിയ സുന്നി വിരോധവും, സുന്നികൾക്ക് ഇരിക്കട്ടെ ഒരു പാര, ഇപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിലായിരിക്കാം. എന്തായാലും ആകാശം നിന്നു എന്ന് പറഞ്ഞിട്ടും ഇത് നിന്നിട്ടില്ല, ഈ സാധനം അയക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം എനർജി സൈറ്റുകളെയാണ് ഇവരെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിന് ഉപോത്ബലകമായിട്ടുള്ള ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എനർജി സൈറ്റിനെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇറാന്റെ എനർജി സൈറ്റുകളെ തകർക്കാൻ ഞങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് കഴിയുമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ദർ ഇസ് നോ റെസിസ്റ്റൻസ് ഡിഫൻസ് ഇല്ല. അവര് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അമേരിക്കയോ ഇസ്രായേലോ ഏതെങ്കിലും ഒരു സാധനം തകർക്കണമെന്ന് വിചാരിച്ചാൽ അത് തടയാൻ അവരെ കൊണ്ടാവില്ല. അവരെ കൊണ്ടാകെ സാധിക്കുന്നത് എവിടെയോ ഒളിപ്പിച്ചു വെച്ച, ഇനിയും ഏതോ അടുപ്പിനടിക്ക് വെച്ചിട്ടുള്ള ഓരോ മിസൈലുകൾ എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നറിയാം. അതിനിടയ്ക്കുള്ള മൊജാബ ഖമനേയുടേതായിട്ടുള്ള ചില മെസ്സേജുകൾ ടെലിവിഷനിൽ വായിക്കുന്നുണ്ട്. ഇന്നലെ ഇറാന്റെ ന്യൂ ഇയർ ഡേ ആയിരുന്നു, അവരുടെ ന്യൂ ഇയർ ഡേ ആണ്. അപ്പൊ അതിന് ആശംസകൾ നൽകിക്കൊണ്ടും കൂടാതെ നമ്മൾ ശത്രുവിന്റെ മേലെ ഡിസിസീവ് ആയിട്ടുള്ള വിജയം നേടി, നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് മൊജിറ്റാബ ഖമനേയുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ജനത്തോട് പറഞ്ഞിട്ടുള്ളത് ശത്രുക്കളെ തോൽപ്പിച്ച നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രത്തോളം വലിയ കള്ളത്തരമാണ് ഇവർ ഇറക്കി വിടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് വിശ്വസിക്കാൻ ആളുകളുണ്ട്. ഇറാനിൽ മാത്രമല്ല, ഇറാനിൽ ഒരു പക്ഷേ ഇത് വിശ്വസിക്കാൻ ആളുണ്ടായി എന്ന് വരില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് വിശ്വസിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോ ഈ പറയുന്ന ഇതിന്റെ താഴെ വരുന്ന മെസ്സേജുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കുറച്ചു പേരെങ്കിലും ഇത് ഇറാൻ വിജയിച്ചു, അമേരിക്കയും ഇസ്രായേലും തോറ്റുപോയി എന്ന് വിചാരിക്കുന്നവരാണ്. ഇവരുടെ ശക്തികളെ തമ്മിൽ അമേരിക്ക എന്താണ്, ഇറാൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്ത ആളുകൾ, യാതൊരു വിവരവും ഇല്ലാത്തവര്. അപ്പം അത്തരം മനുഷ്യര് ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് ഈ ചില സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനമാണ്. ജയിച്ചത് ഇന്ത്യയല്ല, പാകിസ്ഥാനാണ് ജയിച്ചത്. എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലും പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഈ യുദ്ധത്തില് ഗൾഫ് രാജ്യങ്ങളൊക്കെ തകർന്ന് തീർന്നുപോയി, ഇറാനാണ് ജയിച്ചിട്ടുള്ളത്, അമേരിക്ക തോറ്റമ്പി കിടക്കുകയാണ് എന്നാണ് ഇവർ വിചാരിച്ചത്. ഇവരുടെ വിചാരം ഈ ആക്രമിക്കപ്പെടുന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളുടെ അടുത്തേക്ക് ഒരു സാധനം എത്തുന്നില്ല. ഇവര് ഹോട്ടലുകളും വിമാനത്താവളങ്ങളും ഫ്യൂൽ സ്റ്റേഷൻസും കൃത്യമായ ലക്ഷ്യം വെക്കുമ്പം ഇവരുടെ മിസൈലുകൾ ഉന്നം തെറ്റി വന്നതൊന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ ഫ്യൂൽ സ്റ്റേഷൻസിനെ ആക്രമിക്കും എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് അത്തരം ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലെബനോണിലും ഇതുപോലെ അതിശക്തമായ യുദ്ധം ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ അനുസരിച്ച് ഏകദേശം 1500 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ലെബനോണിൽ അവരുടെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ അനുസരിച്ച് 1000 പേര് മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനിൽ നടക്കുന്നതിന് ഏകദേശം സമാനമായ ഒരു യുദ്ധമാണ് ലെബനോണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ആക്രമണമാണ്. അപ്പൊ ലെബനോൺ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഭയപ്പെടുന്നത് ഇസ്രായേല് പരിപൂർണമായിട്ടും ഈ ലെബനോണിനെ പിടിച്ചടക്കി കളയുമോ, ഏറ്റെടുത്ത് കളയുമോ എന്നുള്ളൊരു വലിയ ഭയം ലെബനോണിനെ കീഴടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലെബനോണിനെ വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡിഗോ ഗാർസിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷ്യനിലുള്ള UK-യുടെ ഒരു ദ്വീപുണ്ട്. ആ UK-യുടെ ദ്വീപ് നമുക്കറിയാവുന്നതുപോലെ അത് അമേരിക്കയുടെ ഒരു ബേസ് ആണ്. UK അത് അമേരിക്കയ്ക്ക് ലീസിന് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചുള്ള കുറെ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ളതാണ്. ആ സ്റ്റേഷനിൽ നിന്നും ആദ്യം UK പറഞ്ഞിരുന്നു അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം UK-യുടെ അസറ്റുകളെ, UK-യുടെ മിലിറ്ററി താല്പര്യങ്ങളെ ഇറാൻ ആക്രമിച്ചതിന്റെ പേരിൽ UK അവരുടെ ബേസുകൾ, ബ്രിട്ടനിലുള്ള ബേസും ഉപയോഗിക്കാം, റോയൽ എയർഫോഴ്സിന്റെ ബ്രിട്ടനിലുള്ള ബേസ് ഉപയോഗിക്കാം, കൂടാതെ ഡിഗോ ഗാർസിയ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി ഈ സ്റ്റേഷൻസിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ എന്തായാലും ഡിഗോ ഗാർസിയനെ ലക്ഷ്യം വെച്ച് 2 മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അപ്പൊ ഡിഗോ ഗാർസിയ എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു സംഗതിയാണ്. അപ്പം ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റിന് നേരെ മിസൈൽ അയക്കാനുള്ള ശേഷി ഇറാൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വിസ്മയകരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ കാസ്പിയൻ സീ ഇവരെ ഒളിപ്പിച്ചിട്ടുള്ള
ചില അന്തർവാഹിനികളിൽ ഒരുപക്ഷെ ഇവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിസൈലുകൾ സൂക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ ഏറ്റവും ലാസ്റ്റിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അന്തർവാഹിനിയിൽ വെക്കുന്ന ആയുധങ്ങൾ സാധാരണ ഒരു യുദ്ധത്തില് പരാജയത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് സാധാരണ അത്തരം പ്രയോഗങ്ങൾ നടത്തുക. സാധാരണ നമ്മൾ വലിയ രാജ്യങ്ങളൊക്കെ അന്തർവാഹിനിയിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെയാണ് സൂക്ഷിക്കുക. അപ്പം ഇവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിസൈലുകൾ, ഒരുപക്ഷെ ലോകത്തിന് അറിയാത്ത മിസൈലുകൾ കയ്യിലുള്ളത്, ഇവരെ സൂക്ഷിച്ചിട്ടുള്ളത് അന്തർവാഹിനികളാണെന്ന് വിചാരിക്കണം. അപ്പം അത്തരം 2 മിസൈലുകൾ ഒരുപക്ഷെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ട് അത് ടെസ്റ്റ് ചെയ്തതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് എന്ന നിലയ്ക്ക് ആ മിസൈലുകൾ ഡിഗോ ഗാർസിയയ്ക്ക് നേരെ പ്രയോഗിച്ചായിരിക്കും. 2 എണ്ണമാണ്. ഇതും വാൾസ്ട്രീറ്റ് ജേർണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം മിഡ്വേ വീണുപോയി, പകുതിക്ക് വീണുപോയി. രണ്ടാമത്തത് ഡിഗോ ഗാർസിയയിലേക്കുള്ള ഫ്ലൈറ്റിനിടയിൽ, അത് ഡിഗോ ഗാർസിയയിൽ എത്തുമായിരുന്നോ ഇല്ലയോ നമുക്ക് പറയാനാണ്, ഫ്ലൈറ്റിനിടയിൽ ഒരു US ഷിപ്പിൽ നിന്നുള്ള മിസൈലേറ്റ് അത് നിലംപതിക്കുകയും ചെയ്തു. അപ്പൊ അത് എത്രത്തോളം ദൂരം സഞ്ചരിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടില്ല. എന്തായാലും അതിന് ഉദ്ദേശിച്ചിരുന്ന ടാർഗറ്റ് ഡിഗോ ഗാർസിയ ആയിരുന്നു എന്നുള്ളത് അതിന്റെ ട്രാജക്ടറിയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ വെലോസിറ്റി ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഏകദേശം എത്ര ദൂരം പോകും എന്നുള്ളത്. കാരണം ബാലിസ്റ്റിക് മിസൈലുകളാണ്, അതിനൊരു കൃത്യമായ ട്രാജക്ടറി ഉണ്ട്. അത് മുകളിലേക്ക് എത്തി താഴേക്ക് വരുന്ന ആ ട്രാജക്ടറി കാണുമ്പോൾ അത് എവിടെ വരെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും അത്തരം ഒരു ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ളത്, ഇപ്പോഴും സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ അബോൾ ഫസൽ സക്കാച്ചി എന്ന് പറയുന്നതാണ്. അദ്ദേഹം ഇറാൻസ് ടോപ്പ് മിലിറ്ററി സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു കാര്യം മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചാടിയത്. പാർക്സ്, റിക്രിയേഷണൽ ഏരിയാസ് ആൻഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വേൾഡ് വൈഡ് വുഡ് നോട്ട് ബി സേഫ് ഫോർ ഇറാൻസ് എനിമീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അസോസിയേറ്റ് പ്രസിലാണ് ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ലോകത്തിലെമ്പാടുമുള്ള ശത്രുക്കളുടെ പാർക്കുകളും റിക്രിയേഷൻ സ്ഥലങ്ങളും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ജനത്തെ ആക്രമിക്കും. ഇവര് കുഞ്ഞുങ്ങളെ ആക്രമിക്കാറുണ്ട്, പാർക്കിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. എന്തിനാന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേലുള്ള ഇന്റർനാഷണൽ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ പോലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് സാധാരണ മനുഷ്യൻ മരിക്കുന്ന കണ്ടാൽ ഗവൺമെന്റ് നോക്കിയിരിക്കാൻ പറ്റില്ല. അവർ അമേരിക്കയോട് യുദ്ധം നിർത്തൂ, ഇത് തിക്കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം പ്രഷർ കൂട്ടാൻ വേണ്ടി ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അവരുടെ എനിമീസ് അവർ പറഞ്ഞത് നമ്മൾ എനിമിയല്ല, തൽക്കാലം നമ്മൾ എനിമിയല്ല. അപ്പം അവരുടെ എനിമി ഏതെങ്കിലും ഒരു സായിപ്പ് ഇവിടെ ഒരു പാർക്കിൽ നിൽക്കുന്നുണ്ട്, കോളം ബീച്ചിലുള്ള അമേരിക്കാർ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്താൽ അവർ പറയാൻ പറ്റില്ല ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെയല്ല, അവിടെ ഒരു സായിപ്പ് ഇരിപ്പുണ്ട് അയാളെ എന്ന് പറയാനുള്ള സാധ്യതയില്ല. കാരണം എനിമീസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. എനിമി നേഷൻസ് അല്ല, എനിമീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ നിലയ്ക്ക് കൂടുതൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവരത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം വലിച്ചു നീട്ടാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇത് അധിക ദിവസത്തേക്ക് പോകില്ല. കാരണം അവരുടെ എല്ലാം തല്ലി തീർന്നു. നെതന്യാഹു ആണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ വാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ആരുടെ റിപ്പോർട്ടിനേക്കാളും റിലയബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് നെതന്യാഹുവിന്റെ റിപ്പോർട്ടാണ്. ട്രംപിന്റെ റിപ്പോർട്ടിനെ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇന്ന് പറയുന്നത് നാളെ പറയില്ല. നേരെ മറിച്ച് നെതന്യാഹു കാര്യങ്ങൾ മാറ്റി പറയാറില്ല. അപ്പൊ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ കുറച്ചു കാലമേ വേണ്ടൂ എന്ന് ഇന്നത്തെ മിനിഞ്ഞാന്നത്തെ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഹീബ്രുവിൽ അത് പറഞ്ഞത് എത്ര നാൾ യുദ്ധം വേണമെന്ന് ഹീബ്രുവിൽ ചോദിച്ച റിപ്പോർട്ടറോട് പറഞ്ഞത് എത്ര നാൾ വേണ്ടി വരുമോ അത്രയും നാൾ യുദ്ധം ചെയ്യും എന്നാണ്. അതായത് ഇറാനെ പരിപൂർണമായും തീർത്ത് അവിടെ റെജിം ചേഞ്ച് വരുത്തിയതിന് ശേഷമേ യുദ്ധം അവസാനിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് എത്ര സമയം വേണ്ടിവരുമോ അത് ഞങ്ങൾ ചെയ്യുന്നുള്ളതാണ്. അതിനിടയിലൂടെ ട്രംപ് പറഞ്ഞിരുന്നു ഈ ഓയിൽ എംബാർഗോ എന്ന് പറയുന്നത് ഇറാന് മേലെയുള്ള ഓയിൽ എംബാർഗോയും തൽക്കാലം നീക്കിയിരിക്കുന്നു. അപ്പൊ ഇറാൻ നമുക്കറിയാം ഇന്റർനാഷണൽ വാട്ടേഴ്സിലൊക്കെ പേരും രജിസ്ട്രേഷനും ഒന്നുമില്ലാത്ത കപ്പലുകളിൽ ഇറാന്റെ ഓയിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ. കൂടാതെ ഗൾഫിലുണ്ട്, പേർഷ്യൻ ഗൾഫിലും ധാരാളം കപ്പലുകൾ ഓയിൽ നിറച്ചത് കിടക്കുന്നുണ്ട് ഇറാന്റെ. അപ്പൊ അത് വേണേ വിറ്റു എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞ സംഗതിയാണ്. അപ്പം അത് തടയുന്നില്ല, അത് നിങ്ങൾ വിറ്റോ എന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പൊ ആ കൂട്ടത്തില് ലോകത്തിലെ എല്ലാ ഓയിൽസിനും വിൽക്കാൻ സാധിക്കും, എല്ലാ രാജ്യങ്ങളുടെയും ഓയിലുള്ള രാജ്യങ്ങൾക്കൊക്കെ വിൽക്കാൻ സാധിക്കും, ഹോർമോൺസ് തുറക്കപ്പെടും എന്നൊക്കെ ആയിരിക്കും ട്രംപ് ഒരു പക്ഷേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇറാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അങ്ങനത്തെ ഓയിലൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യമുള്ള ഓയിലേ ഉള്ളൂ, ഇത് ട്രംപിന്റെ വെറും വിടലാണ്, ഞങ്ങളുടെ ഒരുപാട് ഓയിൽ ഉണ്ടെന്ന് അദ്ദേഹം വെറുതെ പറയുന്നതാണ്. അതായത് വിൽക്കാൻ റെഡിയായിട്ടുള്ള ഓയിൽ കപ്പലുകൾ നിറച്ചത് ഞങ്ങളുടെ ഉണ്ട് എന്ന് ട്രംപ് വെറുതെ പറയുന്നതാണ്. ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഞങ്ങൾ ഓയിൽ വിൽക്കും എന്ന് വിചാരിച്ച പെട്ടെന്ന് വില കുറയ്ക്കാനുള്ള ട്രംപിന്റെ ടെക്നിക്കാണ് എന്നാണ് ഇറാൻ പറയുന്നത്.